തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 4 സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ പൂർത്തിയായപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ 4ഇടത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് എതിരില്ല. അതായത് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ MLA ആയിരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽപ്പെടുന്ന മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലും അതുപോലെ തന്നെ അതേ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലുമാണ് എതിരില്ലാതെ CPMൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറം നോർത്ത്, അടുവാപ്പുറം സൗത്ത് എന്നീ വാർഡുകളിലാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുവാപ്പുറം സൗത്തിൽ CK ശ്രേയ എന്ന സ്ഥാനാർത്ഥിയും നോർത്തിൽ IV ഒധേനനുമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയിൽ, അതായത് MV ഗോവിന്ദൻ്റെ നാടായ ആന്തൂർ നഗരസഭയിൽ 19, 2 എന്നീ വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. 19-ാം വാർഡിൽ K പ്രേമരാജനും 2-ാം വാർഡിൽ രജിതയുമാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾ. ഇത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ മണ്ഡലമാണ്, അതിശക്തമായ രീതിയിൽ ഇത് പിടിച്ചെടുത്തു എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ, അതായത് ഇടതുപക്ഷ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം വലിയ രീതിയിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും 10 വർഷത്തിന് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലുമെല്ലാം നോക്കിയാൽ വളരെ വ്യക്തമാണ്. ഈ ആന്തൂർ നഗരസഭയിലൊക്കെ 10ഉം 15ഉം സീറ്റുകളിൽ എതിരില്ലാതെ CPM തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഏകദേശം 28ഓ 30ഓ വാർഡുകളുള്ള ആ നഗരസഭയിൽ ആദ്യം തന്നെ 20ഓളം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പോൾ വെറും 2 ഇടങ്ങളിൽ മാത്രം എതിരില്ലാതെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. MV ഗോവിന്ദൻ്റെ മൊറാഴ തുടങ്ങിയ വാർഡുകളിൽ മാത്രം ജയിക്കുന്നൊരു സംഭവത്തിലേക്ക് CPMൻ്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും CPMനെതിരായി മത്സരിക്കാനുള്ള തൻ്റെ ഇടം ഒരാളും കാണിക്കാത്ത എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു. 100 കണക്കിന് പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ 100 കണക്കിന് സീറ്റുകളിൽ മത്സരിക്കാൻ ഭയന്നിരുന്ന എതിർ പാർട്ടിക്കാർ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വെറും 4 ഇടങ്ങളിൽ മാത്രം CPMന് എതിരില്ലാതെ ആയി മാറിയിരിക്കുന്നു. അതൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ വന്ന വലിയ മാറ്റം. അത് CPMനെതിരായി കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥിയെ നിർത്താൻ എല്ലായിടത്തും കെൽപ്പുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. സത്യത്തിൽ ഇത് CPM പാർട്ടി ഗ്രാമങ്ങൾ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ആന്തൂരിലും മലപ്പട്ടത്തും മാത്രമല്ല, തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമൊക്കെ ഒട്ടനവധി പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പാർട്ടിക്ക് എതിരില്ലാത്ത അവസ്ഥയുമാണ് കുറേ പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി മേഖലയിലെല്ലാം തന്നെ ആ പാർട്ടി ഗ്രാമങ്ങൾ, കയ്യൂരും കരിവെള്ളൂരും അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം തന്നെ CPMന് എതിരായി സ്ഥാനാർത്ഥികൾ ശക്തമായി വരുന്നു എന്നുള്ളതാണ്. അവസാനം അവശേഷിച്ചത് വെറും 4 സീറ്റുകളിൽ മാത്രമായി എന്നുള്ളതാണ്. CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഈ സ്ഥാനാർത്ഥികൾ അവശേഷിക്കുകയാണ്.